കേരളത്തിൽ ബി.ജെ.പിയുടെ അടിത്തറ ബി.ഡി.ജെ.എസ് ആണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ബി.ഡി.ജെ.എസിന് നൽകിയ വാഗ്ദാനങ്ങൾ ബി.ജെ.പി പാലിച്ചില്ലെങ്കിൽ സഖ്യത്തിൽ വിള്ളലുണ്ടാകും. ബി.ഡി.ജെ.എസിനെ അവഗണിക്കുന്നതിൽ അണികൾക്കിടയിൽ എതിർപ്പ് ശക്തമാണ്. ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്രം അവഗണിക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വാക്കുകളിലേക്ക്. 8 ലക്ഷത്തിന് മേലോട്ട് പിടിച്ചില്ലേ, മാണിസാറിന് കിട്ടിയതിനൊക്കെ കൂടുതലായില്ലേ. മാത്രമല്ല ബി.ഡി.ജെ.എസ് ചേർന്നതുകൊണ്ടാണല്ലോ ബി.ജെ.പിക്ക് ഇവിടെ 15% വോട്ട് കിട്ടിയത്. അല്ലെങ്കിൽ ബി.ജെ.പിക്ക് കേരളത്തിൽ 15% വോട്ട് എവിടെ ഇരിക്കുന്നു? അവർക്ക് ഇതിക്ക് മുമ്പ് കിട്ടിയത് 4-5% വോട്ടല്ലേ കിട്ടിയിരുന്നല്ലോ. അപ്പോൾ ഈ കൂട്ടായ്മയോടുകൂടി അവർക്കൊരു 10-15% വോട്ട് കിട്ടി എന്നുള്ളത് സത്യം തന്നെയാണ്. ഇതെല്ലാം ആണെങ്കിൽ തന്നെ ആ കൂട്ടായ്മയോടുകൂടി കിട്ടിയ ബലം, ആ ബലം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സെൻട്രലിൽ നിന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് ഇന്ന് ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് വളർന്നു വരണമെങ്കിൽ അത്ര എളുപ്പമല്ല ഇവിടുത്തെ കേരള പൊളിറ്റിക്സിൻ്റെ ഐക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ താമസം വരുമായിരിക്കും. എന്തുമാകട്ടെ, അത് കണക്കാക്കി ഈ പരിഗണനയും പരിരക്ഷയും ഇതുവരെ കിട്ടാത്ത ഈ വിഭാഗങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുവാൻ സെൻട്രലിലുള്ള ബി.ജെ.പി നേതൃത്വം തയ്യാറാകണ്ടേ. ബി.ജെ.പി നേതൃത്വത്തിൻ്റെ വക്താവല്ലാണെങ്കിൽ പോലും അവർക്കും എന്ത് കൊടുത്ത്? അവർ ഈ യുദ്ധം ചെയ്ത് കേരളത്തിൽ കഴിയാൻ തുടങ്ങി എത്ര നാളായി. അവർക്കെന്ത് കിട്ടി? അവർക്കും ഒന്നും കിട്ടാത്തുന്നില്ല. അവരാണെന്നുണ്ടെങ്കിൽ നേതൃത്വത്തിൽ നിന്ന് മുരളിയെ മാറ്റിയിട്ട് നേരെ കുമ്മനത്തെ കൊണ്ടുവന്നു. കുമ്മനം ഒരു സാത്വികനാണ്, കാഷായ വസ്ത്രം ധരിക്കാത്ത ഒരു സന്യാസിയാണ്. പക്ഷെ ഇതെല്ലാം മാറ്റിയും മറിക്കാനും ചെയ്തിട്ട് അനുയായിക്ക് വേണ്ട മേടിച്ചു കൊടുക്കാനോ നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല. സുരേഷ് ഗോപി പോലും പാർട്ടി മെമ്പറാകുന്നത് എം പി ആയ ശേഷമാണ്. അദ്ദേഹത്തിന് കൊടുത്തതിൽ കുഴപ്പമില്ലെങ്കിലും വേറെ ഒരാൾക്കും കൊടുത്തു, 2 പേർ കേരളത്തിൽ നിന്ന് കൊടുത്തു. പക്ഷെ ആ സമയത്ത് ഇതിനുവേണ്ടി ത്യാഗം അനുഷ്ഠിച്ചവരെ കൂടി അതിൻ്റെ ലിസ്റ്റിൽപ്പെടുത്തി ആദ്യത്തിൽ ഒന്ന് കൊടുക്കേണ്ടതായിരുന്നു. ആർക്കും കൊടുത്തില്ല. അതിലൊക്കെ ബി.ജെ.പിയിലുള്ള ആളുകൾക്ക് വളരെ വിഷമം, ദുഃഖമുണ്ട്. അതൊരു പരസ്യമായി അവർക്ക് പറയാൻ സാധിക്കില്ല. എനിക്ക് പറയാം. കാരണം എന്നോട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു പാർട്ടി അച്ചടക്കം എന്നെ ബാധിക്കുകയാണ്. ഞാൻ അവരുടെ പാർട്ടിയല്ല. അതെങ്ങനെ കടന്നത് മോശമല്ലേ? വളരെ തിരഞ്ഞെടുപ്പല്ലേ, ഇവർ ഭരണത്തിൽ വന്നിട്ട് 3ാമത്തെ കൊല്ലമല്ലേ. കൊല്ലമായിട്ട് എത്ര കോർപ്പറേഷനാണ് ഇവിടെ ഫില്ലായി ചെയ്യാതെ കിടക്കുന്നത്? ഇവിടെ തന്നെ ഫില്ല് ചെയ്ത് കലവൂരല്ലേ നമ്മുടെ നാളികേര കയർ ബോർഡ്. ആ കയർ ബോർഡിന് എവിടുത്തുകാരനെ കൊണ്ട് വെച്ചത്? തമിഴ്നാടുകാരനെ വെച്ചത്. ആ വെച്ചിട്ട് പോലും അതിനൊരു മലയാളിയെ പോലും അതിനകത്ത് ആ ബോർഡിനകത്തൊന്നും വെച്ചിട്ടില്ല. പണ്ടും മലയാളികളുണ്ടാകുമായിരുന്നു ബോർഡിലെങ്കിലും. ചെയർമാന്മാർ മിക്കവാറും മലയാളികളായിരുന്നു. ഇപ്പോൾ ചെയർമാനും ഇല്ല, ബോർഡിലും ആരും ഇല്ല. അതാണെന്നുള്ള കാര്യം സംശയമില്ലല്ലോ. എന്തായാലും ഇപ്പോഴത്തെ ഈ ലൈനനുസരിച്ച് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവഗണനയാണ് ബി.ജെ.പിക്ക്. ബി.ജെ.പിയിൽ നിന്ന് ബി.ഡി.ജെ.എസിന് ഉണ്ടാകുന്നതെങ്കിൽ അവർ അന്ത്യം വരെ നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. അത് ഏതായാലും പരിഗണനയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും എന്നും എല്ലാവരെയും എക്കാലത്തും പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല. അത് ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കും. ആ അവസരങ്ങൾ കാത്തു നിന്നിട്ടും അതുകൊണ്ടും പ്രയോജനം കാണാതെ വരുമ്പോൾ അവർ ഗുഡ് ബൈ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ബി.ഡി.ജെ.എസ് അകന്നു പോവുകയും ബി.ജെ.പി ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അവിടെ ദയനീയമായിരിക്കും അവരുടെ സ്ഥിതി. പറ്റില്ല. എങ്ങനെ ഉണ്ടാകാൻ? ആരാ വോട്ട് ചെയ്യാതിരിക്കുന്നത്? ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ തത്സമയം ചേരുകയാണ്. ഷാജഹാൻ, സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാകുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന വന്നിരിക്കുന്നത്. ബി.ജെ.പി ദേശീയ കൗൺസിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദ തന്ത്രം എന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ വരികളിലൂടെ വായിച്ചെടുക്കാനാകും? പ്രധാനമായിട്ടും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്തായാലും SNDP ബി.ഡി.ജെ.എസുമായിട്ട് കൂടുതൽ ഒരു യോജിപ്പിലല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാര്യം തുഷാർ വെള്ളാപ്പള്ളിയും SNDP യോഗം ജനറൽ സെക്രട്ടറിയും തമ്മിൽ ഒരു ചെറിയ അകൽച്ചയുണ്ട്. ഈ നേരിയ അകൽച്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അച്ഛനും മകനും തമ്മിലുള്ള ഒരു അകൽച്ചയല്ല, മറിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും ഞാനൊരു സാമുദായിക നേതാവും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എന്തായാലും
ഇന്നത്തെ സാഹചര്യത്തിൽ BJPയുടെ ദേശീയ കൗൺസിൽ യോഗം കോഴിക്കോട് നടക്കുന്ന സാഹചര്യത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഭാവിയിൽ BJP BDJS സഖ്യത്തിന് വിള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. മാത്രവുമല്ല, കേരളത്തിൽ BDJS ഇല്ലെങ്കിൽ BJPക്ക് ഒരു കാരണവശാലും ഒരു സീറ്റിൽ പോലും വിജയം നേടാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അതുമാത്രമല്ല, BDJSും SNDPയും തമ്മിലുള്ള ബന്ധം മാറിക്കഴിഞ്ഞാലും SNDPയോടൊപ്പം നിൽക്കുന്ന ആളുകൾ BDJSനോടൊപ്പം പോകാൻ പോകത്തില്ല. ഇത്തരത്തിൽ BDJSന്റെ ശക്തി ക്ഷയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ BDJS രൂപീകരിക്കുന്നതിന് മുൻപ് BJPയുടെ ദേശീയ നേതൃത്വം അല്ലെങ്കിൽ ദേശീയ നേതാക്കൾ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് കടുത്ത തീരുമാനവുമായിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനെ ന്യായീകരിച്ചും ഇതിനെ സോഫ്റ്റ് ചെയ്തുകൊണ്ടുമാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി രംഗത്ത് വന്നിരിക്കുന്നത്. BDJS BJP സഖ്യത്തിന് വിള്ളൽ വീഴില്ല, ഞങ്ങൾ മുന്നോട്ട് പോകും. 25-26 തീയതികളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ BJPയുടെ ദേശീയ നേതാക്കളൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, BJP BDJS സഖ്യത്തിലൂടെ നഷ്ടമുണ്ടായത് BDJSനാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. എന്തായാലും കേരളത്തിൽ BJPക്ക് സീറ്റ് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് BDJS ആണ് എന്നുള്ള കാര്യത്തിൽ BJPക്കും സംശയമില്ല. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഭാവിയിൽ BJP BDJS അല്ലെങ്കിൽ SNDP BDJS ഈ ബന്ധത്തിനൊക്കെ തന്നെ ഉലച്ചിൽ വരാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഷാജഹാൻ, അതുതന്നെയാണ്, ഇനിയും കാത്തിരിക്കാനാവില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ നിന്നുണ്ടായ സൂചന. അർഹിക്കുന്ന പരിഗണനയും പരിരക്ഷയും നൽകാൻ ഇനിയും BJP തയ്യാറായില്ലെങ്കിൽ ഇനിയും കാത്തിരിക്കാനാകില്ല എന്ന് പറയുന്നു. എങ്ങനെ കാണാം? തീർച്ചയായിട്ടും കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം BDJSന് നൽകിയിരുന്ന വാഗ്ദാനങ്ങളൊന്നും തന്നെ BJP ദേശീയ നേതൃത്വം പാലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. സംസ്ഥാന ഘടകത്തിൽ ഇതിന് കാര്യമായിട്ടുള്ള പങ്കില്ല. ദേശീയ നേതാക്കളുമായിട്ട് ഇവർ നേരിട്ടായിരുന്നു ചർച്ച നടത്തിയത്. സംസ്ഥാന നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ചർച്ച. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറുപടി പറയേണ്ടതും ദേശീയ നേതാക്കൾ തന്നെയാണ്. അമിത്ഷാ അടക്കമുള്ള BJPയുടെ ദേശീയ നേതാക്കളൊക്കെ ആയിട്ടായിരുന്നു ഇവർ ചർച്ചകൾ നടത്തിയിരുന്നത്. സുഭാഷ് ബാസുവും അതോടൊപ്പം തന്നെ BDJSന്റെ സംസ്ഥാന ദേശീയ നേതാക്കൾ എന്ന് പറയുന്ന വരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കാൻ BJP ദേശീയ നേതൃത്വം തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ തുറന്ന ഒരു പോരിന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിൽ BJPയുടെ അടിത്തറ എന്ന് പറയുന്നത് BDJS ആണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. 4% വോട്ടുകൾ മാത്രമായിരുന്നു കേരളത്തിൽ BJPക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അതൊരു 15% ഉയർത്താൻ സാധിച്ചു. മാത്രമല്ല, BDJSന്റെ വോട്ട് എന്ന് പറയുമ്പോൾ KM മാണിയുടെ വോട്ടിന് സമാനമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. ഇത്തരത്തിൽ BDJSന്റെ നിർണായക സ്വാധീനം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് BJP ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ബന്ധവുമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് തങ്ങളില്ല എന്ന് അദ്ദേഹം പരോക്ഷമായിട്ട് തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള BJPക്കെതിരായിട്ടുള്ള കടുത്ത ഭാഷയിലുള്ള മറുപടികളുമൊക്കെ വരുമ്പോഴും BJP മൗനം പാലിക്കുകയാണ്. എന്തായാലും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ BDJSുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം BDJS എന്നൊരു പാർട്ടി ഉണ്ടാവില്ല ഭാവിയിൽ. അത് SNDP ആയിട്ട് മാത്രം നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഈ ഒരു തിരിച്ചറിവാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയിക്കാൻ കാരണമായതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷൻ്റെ വോട്ടിംഗ് കപ്പാസിറ്റി അനുസരിച്ച് തന്നെയാണ് അമിത്ഷാ സ്വപ്നം കാണുന്നത് ഇനി കേരളത്തിൽ താമര വിരിയുമെന്ന്. പക്ഷേ BDJS ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അമിത്ഷായുടെ സ്വപ്നങ്ങൾ വിഫലമാകാനാണ് സാധ്യത ഉള്ളത്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിള്ളലുണ്ടാകാനുള്ള ഒരു സാഹചര്യത്തെപ്പറ്റി BJPയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഇപ്പോൾ നിലവിലുണ്ടോ? പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് അതായത് BDJSുമായിട്ട് ഈ ചർച്ചകളൊക്കെ നടത്തിയിരുന്നത് BJPയുടെ ദേശീയ നേതാക്കളാണ്. സംസ്ഥാന ഘടകവുമായിട്ട് BDJSന് യാതൊരുവിധ അടുത്ത ബന്ധവുമില്ല. മാത്രവുമല്ല, BJPയെ ഒഴിവാക്കിക്കൊണ്ട് BDJSന് ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുകയാണെങ്കിൽ അത് സംസ്ഥാന ഘടകത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പുണ്ടാകുമെന്ന് ദേശീയ ഘടകത്തെ അവർ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ BJPയുടെ നേതാക്കളും അതോടൊപ്പം തന്നെ BDJSന്റെ നേതാക്കളും തമ്മിൽ ഒരു ചെറിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ
ഈ സാഹചര്യത്തിൽ കേരളത്തിലെ BJPയുടെ ദേശീയ നേതാക്കൾക്ക് BDJSന്റെ നേതാക്കളുമായിട്ട് വലിയ അടുപ്പമില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അല്ലെ അത്തരത്തിലൊരു ചർച്ചകൾ നടത്തി കേരളത്തിലെ തിരഞ്ഞെടുപ്പുകൾ അവർ ഒന്നിച്ച് രംഗത്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ദേശീയ നേതാക്കൾ മാത്രമായിരുന്നു BDJSന്റെ തുടക്കം മുതൽ തന്നെ ഈ അവസാന ഘട്ടം വരെ അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നത്. ഈ സാഹചര്യത്തിൽ ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ, ഇവർക്ക് ഉറപ്പ് നൽകിയ ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ചർച്ച നടത്തി തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ അവർ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകുമെന്നുള്ള ഉറച്ച ഒരു മുന്നറിയിപ്പ് മാത്രമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഭാവിയിൽ ഈ യോജിപ്പ് ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് രാഷ്ട്രീയ സാഹചര്യമാണ്, അത് മാറിയും തിരിഞ്ഞും വരും. BJPയുമായിട്ട് ഇനി മുൻപോട്ട് പ്രവർത്തിച്ച് പോകണോ വേണ്ടയോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം സൂചനകളൊക്കെ തന്നെ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അത് ഏത് തരത്തിൽ പരിഹരിക്കും BJP അതിന് തയ്യാറാകുമെന്നുള്ളതാണ് നമുക്കിനി കാണേണ്ടത്. SNDP എന്ന നിലയിൽ ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് LDF സർക്കാരിന് പിന്തുണ കൊടുക്കുകയും BDJSന്റെ സമ്മർദ്ദങ്ങൾ തുടർന്ന് BJPയിൽ നിന്ന് നേട്ടമുണ്ടാക്കാനുള്ളൊരു വെള്ളാപ്പള്ളിയുടെ തന്ത്രമായിട്ട് കാണാൻ കഴിയുമോ? ആദ്യ ഈ BDJS എന്നുള്ള ഒരു പാർട്ടി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അതിന് പൂർണ്ണമായിട്ടും ഒരു യോജിപ്പില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതിന് മുൻകൈ എടുത്തത് തുഷാർ വെള്ളാപ്പള്ളിയും അതോടൊപ്പം തന്നെ സുഭാഷ് ബാസു അടക്കമുള്ള മുൻനിരയിൽ ഇപ്പോൾ നിൽക്കുന്ന ചില നേതാക്കളാണ്. അന്ന് തന്നെ SNDP യോഗം അതൊരു സാമുദായിക സംഘടനയാണ്, തങ്ങൾ ആ നിലപാട് സ്വീകരിക്കുമെന്ന് അദ്ദേഹം നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ BDJSന് അദ്ദേഹം എതിർപ്പ് പറഞ്ഞുമില്ല. കാര്യം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർക്ക് ആർക്ക് വേണമെങ്കിലും BDJSൽ പ്രവർത്തിക്കാം, അതിൻ്റെ അകത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെയുള്ള ഇത്തരം ഒരു നിലപാട് മാത്രമായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ BDJSൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം ആളുകളും SNDP പ്രവർത്തകർ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു കെട്ടുറപ്പോട് കൂടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ സാധിച്ചതും ഏകദേശം കേരള കോൺഗ്രസിന് സമാനമായിട്ടുള്ള വോട്ട് നേടാൻ സാധിച്ചതും 15% വോട്ട് BJPക്ക് കേരളത്തിൽ നേടിക്കൊടുക്കാൻ സാധിച്ചതും. ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നടത്തുന്നത് ഒരു സമ്മർദ്ദതന്ത്രമാണെങ്കിൽ പോലും BJPയുടെ ഭാഗത്തു നിന്നും അതിനൊരു കാര്യമായ സ്വീകരണം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കൂട്ടുകെട്ടിന് വിള്ളലുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രശ്നപരിഹാരത്തിന് എന്തെങ്കിലും ഒരു മാർഗം തെളിയുന്നുണ്ടോ? നാളെ അമിത്ഷാ സഖ്യ സംഘടനകളുമായുള്ള ചർച്ച നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നാളത്തെ ചർച്ചയിൽ ഇനിയും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ വേണ്ടിയിട്ട് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല. മറിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുക. വളരെ മന്ദഗതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർക്ക് നൽകിയ വാഗ്ദാനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി BJPയുടെ ഭാഗത്തു നിന്നുള്ള വാഗ്ദാനങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് തക്കതായ ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഭാവിയിൽ ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻപോട്ടുള്ള പോക്കിനെക്കുറിച്ച് തീരുമാനമെടുക്കുകയുള്ളൂ എന്നുള്ളതാണ് BDJS നേതാക്കൾ തന്നെ പറയുന്നത്. എന്തായാലും SNDPയുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന് BDJSന്റെയും BJPയുടെ ഈ സഖ്യത്തോട് ഇപ്പോൾ താല്പര്യമില്ല എന്നുള്ള സൂചനകളാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. BJP നേതാക്കൾക്ക് പോലും കേന്ദ്രത്തിൽ നിന്ന് അർഹിക്കുന്ന പരിഗണനകൾ കിട്ടുന്നില്ല. ആ സ്ഥാനത്ത് BDJSന് എന്തെങ്കിലും കിട്ടുമെന്ന് ഇനി പ്രതീക്ഷിക്കാനും ആകില്ല എന്ന നിലയിലേക്ക് തന്നെ വെള്ളാപ്പള്ളി ചിന്തിച്ചു തുടങ്ങിയോ? തീർച്ചയായിട്ടും. കാര്യം BJPയുടെ സംസ്ഥാന ഘടകത്തിന് കാര്യമായിട്ടുള്ളൊരു പരിഗണന BJP ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി തന്നോട് BJPയുടെ പല നേതാക്കളും പറഞ്ഞിട്ടുള്ളതായിട്ട് വെള്ളാപ്പള്ളി തുറന്നു പറയുകയുണ്ടായി. പക്ഷേ അത് BJP നേതാക്കൾ ഒരിക്കലും ദേശീയ നേതാക്കളോട് തങ്ങളുടെ ഈ കാര്യങ്ങൾ പറയാൻ തയ്യാറാകില്ല. അത് വളരെ രഹസ്യമായിട്ട് വെള്ളാപ്പള്ളി നടേശനോട് പറയുകയുണ്ടായി. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവർ ദേശീയ നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിലെ നേതാക്കൾ പോലും കടുത്ത അതൃപ്തിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ BDJS കൂടി BJPയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഇപ്പോൾ അമിത്ഷാ പറഞ്ഞതുപോലെയുള്ള ഒരു സ്വപ്നം, അവരുടെ ഭാവി സ്വപ്നത്തെയൊക്കെ തന്നെ തകിടം മറിക്കുന്ന തരത്തിലുള്ള ഒരു പോക്കായിരിക്കും ഭാവിയിൽ BJPക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുക. കാരണം 4% മാത്രം വോട്ടേ BJPക്ക് നാളിതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളൂ. BJP-BDJS സഖ്യത്തിന് ശേഷമാണ് ഇത്രയും, അതായത് 15% വോട്ടിലേക്ക് കേരളത്തിൽ BJPക്ക് വരാൻ സാധിച്ചത്. അതിന് പ്രധാന കാരണം BDJS ആണെന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും തർക്കങ്ങളൊന്നും തന്നെ ഇല്ല. ഈ സാഹചര്യത്തിൽ BDJS BJP വിട്ട് അകന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും BJP പഴയ സ്ഥിതിയിലേക്ക് പോകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി നൽകുന്നത്. BDJS പാർട്ടി രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന നയങ്ങളിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണോ ഇപ്പോഴുണ്ടാകുന്നത്? പിന്നോക്ക വിഭാഗങ്ങൾക്ക് BJPയുമായി ചേർന്ന് ഒരു ഉന്നമനം ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടെയാണ് BDJS രൂപീകരിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ സ്ഥാനമാനങ്ങളിലോ അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്ന ആരോപണങ്ങളിലോ നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി പിന്നോട്ട് പോകുന്ന ഒരു നിലപാടാണോ ഇപ്പോൾ കാണാൻ കഴിയുന്നത്?
തീർച്ചയായിട്ടും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങളൊക്കെ തന്നെ പാലിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 3 മാസം പിന്നിട്ടിട്ടും BJP ദേശീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇതിന് അനുകൂലമായിട്ടുള്ള യാതൊരുവിധ സമീപനങ്ങളും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ ഇവർ കാറ്റിൽ പറത്തി എന്നാണ് അവരുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ BJPയുടെ ദേശീയ നേതാക്കളുടെ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ BDJS-ന് ഉള്ളിലും ഷാജഹാൻ ദയവായി തുടരെ. ഇപ്പോൾ മാധ്യമ നിരീക്ഷകൻ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ശരിയാണ്. ജേക്കബ് ജോർജ്, വെള്ളാപ്പള്ളി കൂടുതൽ സമ്മർദ്ദങ്ങൾ വാക്കുകളിലൂടെ പ്രയോഗിക്കുന്നു എന്ന് വേണം കരുതാൻ. BJP സഖ്യത്തിൽ വിള്ളലുണ്ടാകാൻ സാധ്യത ഉണ്ട്, അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ നിരീക്ഷിക്കാനാവും? അർഹിക്കുന്ന പരിഗണന എന്ന് പറയുമ്പോൾ അന്ന് പറഞ്ഞു കേട്ടിരുന്നത് വെള്ളാപ്പള്ളി നടേശനെ ഒരു രാജ്യസഭാ സീറ്റ് അത് മകൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടും എന്നൊക്കെയായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷെ ഒന്നും ആയിട്ടില്ല. പിന്നെ കോർപ്പറേഷൻ നേതൃസ്ഥാനം പാർട്ടി ഭാരവാഹികൾക്ക്, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. രസം കൗതുകകരമായ കാര്യം BJP കേന്ദ്ര നേതൃത്വം കേരളത്തിലെ BJP നേതൃത്വത്തോട് BJP നേതൃത്വത്തോട് എന്താ അവഗണനയാണ് കാണിക്കുന്നത്? ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്തത് സുരേഷ് ഗോപിക്കാണ്. പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആള്. അവസാനം സുരേഷ് ഗോപി രാജ്യസഭാ അംഗമായതിനു ശേഷമാണ് BJP ടിക്കറ്റ് എടുത്തതെന്ന് കാര്യം ഓർക്കുക. അപ്പൊ കേരളത്തോടും കേരള നേതൃത്വത്തോടും കാണിക്കുന്ന അവഗണന, അതിനേക്കാൾ കടുത്ത അവഗണനയാണ് BDJS-നോട് കാണിച്ചത്. ഇനിയിപ്പോൾ BDJS വെള്ളാപ്പള്ളി നോക്കുന്നത് ഒരു വശത്ത് BJP-യിൽ സമ്മർദ്ദം ചെലുത്തുക കേന്ദ്ര നേതൃത്വത്തിന്റെ മേൽ, മറുവശത്ത് കേരളത്തിൽ പിണറായി വിജയനെയും CPM നേതൃത്വത്തെയും ഒക്കെ ഒന്ന് പീഡിപ്പിച്ചു നിർത്തുക. ഏതിനാണ് കൂടുതൽ നേട്ടം എന്ന് കണ്ടിട്ട് അടുത്ത നടപടിയിലേക്ക് കടക്കുക. ഇത് രാഷ്ട്രീയമറിയാതെ രാഷ്ട്രീയത്തിൽ കിടന്ന് കളിക്കുന്നത് കൊണ്ടുള്ള ദുരന്ത ഫലങ്ങളാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയും നേരിടുന്നത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ ഉണ്ടായത് മുന്നണിയിൽ ഉണ്ടായ ഒരു മാറ്റം BDJS-ന്റെ ആവിർഭാവമാണ്. BDJS ആണ് BJP-യുടെ വോട്ട് ബാങ്ക് എന്നും വെള്ളാപ്പള്ളി പറയുന്നു. അങ്ങനെയെങ്കിൽ അമിത്ഷായുടെ പ്രതീക്ഷകൾ ഇനിയും പൂവണിയാൻ ഏറെ കാത്തിരിക്കേണ്ടി വരും. അല്ല, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ആത്യന്തികമായി നിലപാടെടുക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ടില്ലല്ലോ. അടുത്ത കാലത്തകം ഇനി 2019 മാത്രമേ തെരഞ്ഞെടുപ്പുള്ളൂ. അതുവരെ ഇതുപോലെ രാഷ്ട്രീയം കളിച്ചു നിൽക്കാം, സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തി നിർത്താം. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയാൻ മേല. കാരണം രാഷ്ട്രീയമായിട്ട് അങ്ങനത്തെ ഒരു സ്ഥിരതയോ നേർവഴിക്കുള്ള ചിന്തയോ ഉള്ള ആളല്ല വെള്ളാപ്പള്ളി നടേശൻ. അപ്പോ അതുകൊണ്ട് അദ്ദേഹം വരുന്നത് പോലെയും തോന്നിയതുപോലെയും രാഷ്ട്രീയം കളിക്കുന്നയാളാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് എന്ത് എന്നുള്ളത് ശരിക്കും വ്യക്തമല്ല എന്നതാണ് സത്യം. അർഹിക്കുന്ന പരിഗണനകൾ ഇതുവരെ ലഭിച്ചില്ല, ഇനിയും കാത്തിരിക്കാനാകില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട്. കാരണം BJP സംസ്ഥാന നേതാക്കൾക്ക് പോലും കേന്ദ്രത്തിൽ നിൽക്കുന്ന അർഹിക്കുന്ന ഒരു പരിഗണന ലഭ്യമാകുന്നില്ല എന്ന് വെള്ളാപ്പള്ളി നിരീക്ഷിക്കുന്നു. അതെ, BJP നേതൃത്വത്തിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. BJP-യുടെ അടിത്തറ BDJS ആണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു. BDJS-ന് നൽകിയ വാഗ്ദാനങ്ങൾ BJP പാലിച്ചില്ലെങ്കിൽ സഖ്യത്തിൽ വിള്ളലുണ്ടാകും. BDJS-നെ അവഗണിക്കുന്നതിൽ അണികൾക്കിടയിൽ എതിർപ്പ് ശക്തമാണ്. BJP സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്രം അവഗണിക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ വീണ്ടും ചേരുകയാണ്. ഷാജഹാൻ, ഈ സാഹചര്യത്തിൽ BDJS ഇല്ലാതെ BJP-ക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യമല്ല എന്ന നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഇപ്പോൾ ജേക്കബ് ജോർജ് വീണ്ടും ചേരുകയാണ്. ജേക്കബ് ജോർജ്, വെള്ളാപ്പള്ളിയുടെ സമ്മർദ്ദ തന്ത്രം എന്നതിനപ്പുറത്തേക്ക് ഒരു നീക്കം ഇപ്പോൾ ഉണ്ടാകാൻ വഴിയില്ല എന്നാണോ? വേറെ എന്താണ് വഴി? ഈ നല്ല രാഷ്ട്രീയം കളിച്ച് 50 വർഷം നിയമസഭയിൽ രാഷ്ട്രീയം കളിച്ച് പയറ്റിത്തെളിഞ്ഞ KM മാണി പോലും ഇപ്പോൾ നീന്തി തുടിക്കുകയാണ് പ്രയാസപ്പെട്ടിട്ട്, നിലനിൽക്കാൻ പാടുപെട്ടിട്ട്, ഒരു നിലനിൽപ്പിന് വേണ്ടി. അപ്പോ BDJS-ന് വേറെ എങ്ങോട്ട് പോകാൻ കഴിയും? സ്വാഭാവികമായിട്ടും കേരളത്തിലെ നിലവിലുള്ള 2 മുന്നണികളെയും, ഇടതു മുന്നണിയെയും ഐക്യജനാധിപത്യ മുന്നണിയും പിണക്കിയിട്ടാണ്, ശത്രുത പ്രഖ്യാപിച്ചിട്ടാണ് BDJS ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയായി NDA സഖ്യത്തിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ BDJS-ന്റെ മുന്നോട്ടുള്ള വഴി എന്താണ്? സപ്പോസ് BJP-യുമായിട്ടുള്ള ബന്ധം വിട്ടാൽ തീർച്ചയായിട്ടും സങ്കീർണമായ ഒരു രാഷ്ട്രീയ ഭാവിയാണ് BDJS-നെ ഉറ്റുനോക്കുന്നത്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അതിനൊരു ഒരു വ്യക്തമായ രൂപവും ഭാവവും ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ സമ്മർദ്ദവുമായിട്ട് മുന്നോട്ട് പോയാൽ എന്താണ് സ്ഥിതി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. SNDP-യുടെ നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. പക്ഷേ SNDP ഇല്ലാതെ BDJS-ന് ഒരു നിലനിൽപ്പുണ്ടോ?
എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ അകത്തെ അവസാന വാക്ക് വെള്ളാപ്പള്ളി നടേശന്റേത് തന്നെയാണ്, തുഷാർ വെള്ളാപ്പള്ളിയുടേതല്ല. തുഷാർ വെള്ളാപ്പള്ളി പുതിയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് എങ്കിൽ പോലും ആത്യന്തികമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കാണ് കൂടുതൽ വിലയുള്ളത്. അദ്ദേഹം പറയുന്നു BJP അർഹമായതൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാവുകയാണെന്നാണ്. പക്ഷേ എന്തായിരിക്കും വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണ്, ലക്ഷ്യം എന്താണ്, രാഷ്ട്രീയമായിട്ട് എന്താണ് അദ്ദേഹം മുന്നിൽ കണക്ക് കൂട്ടി കാണുന്നത് എന്നുള്ളത് ഇപ്പോൾ തൽക്കാലം വ്യക്തമല്ല. ഈ നാളെ BDJS നേതാക്കളെ അമിത്ഷാ കാണുന്നുണ്ട്. താൽക്കാലികമായെങ്കിലും പുതിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ഈ പ്രശ്നങ്ങൾക്കൊരു താൽക്കാലിക പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതെ, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് BDJS-ഉമായിട്ട് BJP സഖ്യമുണ്ടാക്കിയത്. അതിന്റെ പ്രയോജനം കേരളത്തിൽ ചില കേന്ദ്രങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. ഉദാഹരണത്തിന് കോവളം, ഇടുക്കി പ്രദേശങ്ങളിലെ മണ്ഡലങ്ങള്, അതേപോലെ കുട്ടനാട് മണ്ഡലം, ഇവിടെയൊക്കെ BJPക്ക് NDAക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് BDJS-ഉമായിട്ട് സഖ്യം കൊണ്ടാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് സഖ്യം വിട്ടുകളയാൻ, കാരണം കേരളത്തിൽ ഇപ്പോഴും BJP ഒരു തൊട്ടുകൂടാത്ത പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയ ഒരു സഖ്യകക്ഷിയെ അത്ര പെട്ടെന്ന് വിട്ടുകളയാൻ BJP നേതൃത്വം, കേന്ദ്ര നേതൃത്വം തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അമിത്ഷാ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വളരെ നന്ദി. ജേക്കബ് ജോർജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേരളത്തിൽ BJPയുടെ അടിത്തറ BDJS ആണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. BDJS നൽകിയ വാഗ്ദാനങ്ങൾ BJP പാലിച്ചില്ലെങ്കിൽ സഖ്യത്തിൽ വിള്ളലുണ്ടാകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു.